62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അല്പസമയത്തിനകം തിരിതെളിയും. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിനകം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെ കലാമേളയ്ക്ക് ഔദ്യോഗിക തുടക്കമാകും. അവിടെ പതാക ഉയർത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഉടൻ തന്നെ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. 24 വേദികളിൽ 239 ഇനങ്ങളിൽ 14,000 കുട്ടികൾ 5 നാൾ നീണ്ട കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും. ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തമാണ് ഇന്നത്തെ ഗ്ലാമർ ഇനം. ആശ്രാമ മൈതാനത്ത് ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയുയരുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ ചടങ്ങുകൾ ആരംഭിക്കും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുണ്ട്, ഒപ്പം ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. എം ജി മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. മിഥുൻ, കലോത്സവത്തിന് പതാക ഉയരാൻ പോകുന്നു, അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നു, വിശദാംശങ്ങളിലേക്ക് കടക്കാം. രജനി, അല്പസമയത്തിനകം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS പതാക ഉയർത്തും. തുടർന്ന് പ്രധാന വേദിയിൽ ദൃശ്യവിസ്മയം അരങ്ങേറുകയും ചെയ്യും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നു. ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പതാക ഉയർത്തിയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പതാക ഉയർത്തിയത്. 10 മണിക്കാണ് ഉദ്ഘാടനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്നത്തെ ഗ്ലാമർ ഇനം സംഘനൃത്തമാണ്. അങ്ങനെ 24 വേദികളിലായി കുട്ടികൾ മാറ്റുരയ്ക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ധനമന്ത്രിയും കൊട്ടാരക്കര MLA കൂടിയായ KN ബാലഗോപാൽ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇപ്പോൾ കലോത്സവ എം ജി മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. മിഥുൻ, പതാക ഉയർത്തിയിരിക്കുന്നു, അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS ആണ് ഇപ്പോൾ പതാക ഉയർത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഈ ഒരു കൗമാര മഹോത്സവത്തിന് കൊല്ലത്ത് കൊടിയേറിയിരിക്കുന്നത് തന്നെയാണ്. വേദികളും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ സൗണ്ടുകൾ കേൾക്കുന്നപ്പോൾ തന്നെ വലിയ ടിപ്പു വിസ്മയം, അതായത് ഗംഭീരമാക്കുന്ന വലിയ പടക്കങ്ങൾ പൊട്ടിച്ചാണ് 10 മണിയോട് കൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. എം ജി മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലോത്സവ പതാക ഉയർത്തിയിരിക്കുന്നു. അവിടെ ജനപ്രതിനിധികളടക്കമുണ്ടായിരുന്നു. 10 മണിയോടുകൂടി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇനി 5 ദിവസം കുട്ടികളുടെ മാമാങ്കമാണ് കൊല്ലത്ത്. എം ജി മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, നേരത്തെ പറഞ്ഞത് വ്യക്തമായിരുന്നില്ല, തുടരാം. രജനി, ഈ ഒരു കൗമാര മഹോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഇനി വേദികളിലെല്ലാം തന്നെ അരങ്ങുണരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു 10 മണിയോട് കൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും മറ്റു മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക് കടന്നെത്തുകയും ചെയ്യും. പ്രധാന വേദിയായിട്ടുള്ള ആശ്രാമ മൈതാനത്തിലുള്ള ONV സ്മൃതി മണ്ഡപത്തിലാണ്, വേദി 1-ലാണ് പ്രധാന വേദിയായി തയ്യാറാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഇവിടെ ഏകദേശം 2500-ലധികം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു ഗംഭീരമായ സദസ്സ് തന്നെയാണ്, ഗംഭീരമായ ഒരു വേദി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആരവം, അതായത് കൊല്ലത്തിലേക്ക് ഏകദേശം 15 വർഷത്തിന് ശേഷമാണ് ഒരു
ഒരു കൗമാര മഹോത്സവം കടന്നു വരുന്നത്, ഒരു കലാമേള കടന്നു വരുന്നത്, അതിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ട് തന്നെയുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികളും കലാപ്രതിഭകളും എല്ലാം തന്നെ ഈ ആസാം മൈതാനിയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് ഉൾപ്പെടെ ഈ ഒന്നാം വേദി ഉൾപ്പെടെ ഏകദേശം 24ഓളം വേദികളാണ് ഇത്തവണത്തെ ഈ ഒരു കലോത്സവത്തിനായി, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ പേരുകൾ നൽകി, എല്ലാ വർഷത്തെയും പോലെ വ്യത്യസ്തമായ പേരുകൾ നൽകിയാണ് ഇത്തവണയും ഈ ഒരു കലാമേളയ്ക്കുള്ള വേദികൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം വേദിയിൽ ONV സ്മൃതി എന്ന പേര് നൽകിയിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും മികവ് പുലർത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ പേര് നൽകിയാണ് ഈ ഒരു വേദികൾക്ക് പേര് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ വർഷവും നമ്മളിത് കാണാറുള്ളതാണ്. എന്തായാലും ഇത്തവണ 14,000-ലധികം വിദ്യാർത്ഥികളാണ്, കലാപ്രതിഭകളാണ് ഓരോ ഇനത്തിലായി ഏകദേശം 239 ഇനങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു വിഭാഗങ്ങളായി നോക്കിയാണ് എങ്കിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 96 വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുക. ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 106 വിഭാഗങ്ങൾ, അങ്ങനെ 239 ഇനങ്ങളാണ് വേദിയിലേക്ക് വരിക. അങ്ങനെ അരങ്ങുടരുന്ന കാഴ്ചയാണുള്ളത്. കൊല്ലത്തിലെ 15 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു മാമാങ്കത്തിന് തിരിതെളിയായി കുറച്ച് തിരിതെളിച്ചിരിക്കുന്നു. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഔദ്യോഗിക ഉദ്ഘാടനമാവുകയും ചെയ്യുകയാണ്. എല്ലാവരും വിദ്യാർത്ഥികളും ഒപ്പം തന്നെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ചെയ്യും. SNG മിഥുനാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. 24 വേദികളിലായി 239 ഇനങ്ങളിലായി 14,000 കുട്ടികളാണ് ഈ കൗമാര കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. മിഥുൻ, ഇപ്പോൾ 10 മണിക്കാണ് ഇനി ഉദ്ഘാടനം. മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ, അതോ ഇല്ലെങ്കിൽ എപ്പോഴാണ് ആരംഭിക്കുക? ഒപ്പം തന്നെ ഇന്നത്തെ ഗ്ലാമർ ഇനങ്ങൾ എങ്ങനെയൊക്കെയാണ്? സംഘനൃത്തം ഒരിനമായി ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ഇന്ന് മറ്റിനങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? രജനി, 10 മണിക്ക് ശേഷം, ഉദ്ഘാടനത്തിന് ശേഷം വേദികളെല്ലാം തന്നെ സജീവമാവുകയും ചെയ്യും. ഈ പ്രധാന വേദിയിലല്ല ആദ്യ മത്സരങ്ങൾ, അതായത് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ പ്രധാന വേദിയായി ഇവിടെ അതിനുശേഷം ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഈ ഒരു മത്സരക്രമങ്ങൾ ആരംഭിക്കുക. മറ്റു വേദികളിലെല്ലാം തന്നെ അല്പസമയത്തിനും തന്നെ ആരംഭിക്കുകയും ചെയ്യും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഷെഡ്യൂളുകൾ തന്നെയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മാമാങ്കത്തിന് വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒപ്പം തന്നെ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്ലാനിംഗ് അടക്കമുള്ളവ ചെയ്തതുപോലെ തന്നെ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെ മറ്റ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് സംഘാടകർ കണക്കുകൂട്ടുന്നത്. ജില്ലാ ഭരണകൂടം കണക്കുകൂട്ടുന്നതും അത് തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൊല്ലത്ത് ഈ ഒരു 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഈ ഒരു കലാമാമാങ്കത്തിന് കൂടെ നിരവധി പ്രതിഭകളെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള എല്ലാവരും തന്നെ കേരളത്തിലുടനീളമുള്ള വിദ്യാർത്ഥികൾ, പല സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലയുടെ പല ഭാഗത്തിലേക്കും എത്തിയിട്ടുണ്ട്. വിവിധ, അതായത് നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്രമ മൈതാനിയാണ് പ്രധാനപ്പെട്ട വേദി. ഇവിടെ വലിയ ഒരു കൂട്ടം ആളുകൾ എത്തിയാൽ പോലും തന്നെ അവിടെ കൃത്യമായി തന്നെ അവരെ ഉൾക്കൊള്ളിക്കാൻ തരുന്ന തരത്തിലുള്ള വലിയ ഒരു ഗ്രൗണ്ട് തന്നെയാണ് ആശ്രമ മൈതാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി പാർക്ക് ചെയ്യാനും ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ കൂടുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അല്പസമയത്തിനകം തിരിതെളിയും. കലോത്സവത്തിന്റെ പതാക ഉയർത്തൽ ചടങ്ങ് അല്പസമയം മുമ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അവിടെ നടത്തി. അവിടെ ഇപ്പോൾ മത്സരങ്ങൾ മറ്റ് വേദികളിൽ ആരംഭിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ആശ്രമ മൈതാനത്ത്, പ്രധാന വേദിയായ ആശ്രമ മൈതാനത്ത് ഉദ്ഘാടനം നടക്കുന്നതിനാൽ 10 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. അതിനുശേഷം മാത്രമായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുക. 24 വേദികളിലായി 239 മത്സരങ്ങളാണ് ഇത്തവണയുള്ളത്. 14,000 കുട്ടികളാണ് ഈ കലോത്സവത്തിൽ പരസ്പരം മാറ്റുരയ്ക്കാനായി അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കലോത്സവ നാളുകളിലേക്ക് കൊല്ലം കടന്നിരിക്കുകയാണ്. ഇനിയുള്ള 5 നാളുകൾ കൊല്ലത്തിന് കലോത്സവ കാഴ്ചകളാണ് കൊല്ലംകാർക്ക് സമ്മാനിക്കുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങ്
10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ജനപ്രതിനിധികളൊക്കെ തന്നെ അവിടെയുണ്ട്. കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അവിടെയുണ്ട്. കൊല്ലം MLA അവിടെയുണ്ട്. ജില്ലയിലെ മറ്റ് MLAമാർ, KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളുടെ ഉത്സവം കൂടിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമാവുകയാണ്. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, അവിടുത്തെ പറഞ്ഞു വന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാം. രഞ്ജിനി, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കലാപ്രതിഭകൾ ഏകദേശം 14,000-ഓളം കലാപ്രതിഭകളാണ് ഇനി അങ്ങോട്ടുള്ള 4 ദിവസങ്ങൾ ഭരിക്കാൻ പോകുന്നത്, കൊല്ലം ജില്ല ഭരിക്കാൻ പോകുന്നത്. അത്തരത്തിൽ ഏവരും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾ എത്തുന്നു. ഒപ്പം തന്നെ NCC കേഡറ്റുകൾ, SPC കേഡറ്റുകൾ അടക്കമുള്ളവർ ഇവിടെ സുരക്ഷാ ക്രമങ്ങൾ, അതായത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയൊരു പോലീസ് വിന്യാസത്തെ തന്നെ ജില്ലയുടെ പല ഭാഗത്തും നിയോഗിച്ചിട്ടുണ്ട്. കാരണം 24 വേദികളാണ് അത് ജില്ലയിലെ, അതായത് സിറ്റി ഭാഗത്ത് തന്നെ ഈ ആശ്രമം, പ്രധാന വേദിയായിട്ടുള്ള ആശ്രമം മൈതാനത്തിന് ചുറ്റും തന്നെയാണ് ഈ ഒരു വേദികളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത തരത്തിൽ അവിടേക്കൊക്കെ എത്തിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സംഘാടകർ ഇതിനു വേണ്ടിയുള്ള സ്റ്റേജുകളൊക്കെ തന്നെ അല്ലെങ്കിൽ വേദികളൊക്കെ തന്നെ തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, പഴയടം തന്നെയാണ് ഇത്തവണത്തെ ഈ വിദ്യാർത്ഥികൾക്കായും ഒപ്പം തന്നെ മറ്റുള്ളവർക്കുമായി സംഘാടകർക്കുമൊക്കെയായി തന്നെ ഫുഡ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആരവങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ രാവിലെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കസേരകൾ ഒഴുങ്ങി കിടക്കുന്നത് കാണുന്നു. ഇപ്പോൾ ഈ കസേരകളെല്ലാം തന്നെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ജനങ്ങളും, ഈ നാടിൻ്റെ ജനങ്ങളും മറ്റ് വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകളും ഒക്കെ തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും.